വെൽക്കം ടു പടയപ്പ സ്പീക്കിംഗ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ റിലീസായ ദൃശ്യം 3യെ കുറിച്ചാണ്. മലയാള സിനിമയിലെ എക്കാലത്തെയും ക്ലാസിക് ത്രില്ലറായ ദൃശ്യത്തിന്റെ 3-ാം ഭാഗത്തോടെ നമ്മുടെ ആദ്യ റിവ്യൂവും ആദ്യ വീഡിയോയും ഇവിടെ തുടങ്ങുകയാണ്. ഈ റിവ്യൂ കണ്ടിട്ട് നിങ്ങൾ പടം കാണണോ വേണ്ടോ എന്നൊരിക്കലും തീരുമാനമെടുക്കരുത്. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. കാരണം ഞാനിത് എൻ്റെ പെർസ്പെക്റ്റീവിൽ മാത്രം പറയുന്ന കാര്യങ്ങളാണ്. ചിലപ്പോൾ നിങ്ങളുടെ അഭിപ്രായം വേറെ ആയിരിക്കും ഇത് കാണുമ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഒരു സിനിമ കാണുമ്പോൾ ഒരു റിവ്യൂവറിനെ ഡിപ്പെൻഡ് ചെയ്ത് ഒരിക്കലും തിയേറ്ററിലേക്ക് പോകരുത്. നിങ്ങൾ ഒരു പടം കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എന്തായാലും തീർച്ചയായും തിയേറ്ററിൽ പോയി തന്നെ പോയി കാണുക, അഭിപ്രായം പറയുക. ഓരോരുത്തരുടെ അഭിപ്രായം വ്യത്യസ്തമായിരിക്കും. ദൃശ്യം സിനിമയിലൂടെ ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തിന്റെ 3 തലങ്ങളാണ്, 3 ഭാഗങ്ങളായി നമ്മൾ കാണുന്നത്. തന്റെ ഭാര്യയ്ക്കും മകൾക്കും എതിരെയുള്ള പോലീസിന്റെ നീക്കങ്ങളെ മുൻകൂട്ടി വിലയിരുത്തിക്കൊണ്ട് അതിനെ കൃത്യമായി പ്രതിരോധിക്കുന്ന ഒരു ജോർജ് കുട്ടീനെയാണ് നമ്മൾ ദൃശ്യം 1-ൽ കാണുന്നത്. ഈ ഒരു ത്രെഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ദൃശ്യം 2ലേക്ക് വരുമ്പോൾ തന്റെ കുടുംബം ചെയ്ത തെറ്റ് ഭാവിയിൽ പിടിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി തിരിച്ചറിഞ്ഞ ജോർജ് കുട്ടി അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് ആലോചിക്കുകയും അതിനുവേണ്ടിയുള്ള തെളിവുകൾ എല്ലാം അയാൾ മുൻകൂട്ടി ശേഖരിച്ചു വെക്കുകയും ചെയ്തു. അതായത് പോലീസ് ജോർജ് കുട്ടീനെ അല്ല ഫോളോ ചെയ്തിരുന്നത്, ജോർജ് കുട്ടി പോലീസിനെയാണ്. ഈ ത്രെഡാണ് ഈ സിനിമയിൽ നമ്മളെ പിടിച്ചിരുത്തുന്ന മെയിൻ ഘടകം. പക്ഷെ ദൃശ്യം 3ലേക്ക് വരുമ്പോൾ മുന്നേ പറഞ്ഞ ആ പിടിച്ചിരുത്തുന്ന ഘടകം ഇതിൽ കുറച്ച് മിസ്സിംഗ് ആണ്. ദൃശ്യം 1 and 2 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ജീത്തു പറഞ്ഞ പോലെ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഫാമിലി ഇമോഷൻസിലാണ്. ജീത്തു കുറെ തവണ ഇത് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ പുള്ളി എല്ലാ ഇന്റർവ്യൂവിലും തന്റെ ത്രില്ലർ സിനിമകളെ കുറിച്ചിട്ട് ഇതേ ഡയലോഗ് പറയുന്നത് കൊണ്ട് പലരും അത് വിശ്വസിച്ചിരുന്നില്ല. ഫസ്റ്റ് ഹാഫിലേക്ക് വരുമ്പോൾ ലാലേട്ടന്റെ പെർഫോമൻസ് ആണ് നമ്മളെ പിടിച്ചിരുത്തുന്ന ഏറ്റവും വലിയ ഘടകം. എന്നാൽ റാണി എന്ന ക്യാരക്ടർ, അതായത് മീന ചെയ്ത ക്യാരക്ടർ സ്ക്രീനിലേക്ക് വരുമ്പോൾ അവരുടെ അഭിനയവും പിന്നെ ഡബ്ബിങ്ങും എല്ലാം കൂടെ ചേർന്ന് ഒരു ടെലിവിഷൻ സീരിയലിന്റെ പ്രതീതി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഈ ഫസ്റ്റ് ഹാഫിൽ ഇടയ്ക്കിടെ വന്നു പോകുന്ന ഒരു ബ്രോക്കർ കഥാപാത്രം ഇതിലുണ്ട്. അത് പുള്ളിയുടെ ക്യാരക്ടർ ഭയങ്കര കല്ലടിയായിട്ട് തോന്നി. കാരണം അത് സ്ക്രീൻ സ്പേസ് ഒരുപാട് കൊണ്ടുപോലെ തോന്നി. കാരണം അത്രയൊക്കെ പ്രാധാന്യം ആ കഥാപാത്രത്തിന് കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആവശ്യകത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ദൃശ്യം സീരീസ് നമുക്ക് കാണുമ്പോൾ വ്യക്തമാണ്, നമുക്ക് മെയിൻ പ്ലോട്ടിലേക്ക് കയറാൻ അതിൻ്റെതായ ഒരു സമയം എടുക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഭാഗത്തിലും അതിൻ്റെതായ സമയം എടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൽ എന്ന പോലെ സെക്കൻഡ് ഹാഫിലും ലാലേട്ടന്റെ അഭിനയ മികവാണ് സിനിമയുടെ പ്ലസ് പോയിന്റ്. ജോർജ് കുട്ടി അനുഭവിക്കുന്ന മാനസിക സംഘർഷം സിനിമയിൽ ഉടനീളം പ്രതിഫലിപ്പിക്കാൻ ലാലേട്ടന് കഴിയുന്നുണ്ട്. ബിസിനസ് വിജയത്തിന്റെ ഇടയിലും തന്റെ കുടുംബത്തോടൊപ്പം ഈ സന്തോഷ നിമിഷങ്ങളെല്ലാം പങ്കുവെക്കുമ്പോഴും ജോർജ് കുട്ടിയിലെ മാനസിക സംഘർഷം നമുക്ക് വ്യക്തമായി കാണാം. ജോർജ് കുട്ടി അനുഭവിക്കുന്ന വേദനയും സംഘർഷവും പ്രേക്ഷകന് ഫീൽ ചെയ്യുന്ന തരത്തിൽ ലാലേട്ടൻ അദ്ദേഹത്തിന്റെ ഭാഗം മികച്ചതാക്കി. ചുരുക്കി പറഞ്ഞ ഫസ്റ്റ് ഹാഫിലെ ചില സീനുകൾ നമുക്ക് ലാഗായി തോന്നുന്നെങ്കിലും അതിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്നത് ലാലേട്ടന്റെ മികച്ച അഭിനയമാണ്. പിന്നെ ഇതിന്റെ ടെക്നിക്കൽ സൈഡ് പറയുവാണെങ്കിൽ നമുക്ക് ദൃശ്യം 1ഉം 2ഉം പോലത്തെ അനുഭവം തന്നെയാണ് 3ലും ഉള്ളത്. സ്പോയിലർ ആവുന്നത് കൊണ്ട് ഇതിന്റെ സെക്കൻഡ് ഹാഫിലെ ഡീറ്റെയിലേക്ക് അധികം നമുക്ക് പോകാൻ കഴിയില്ല. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു മോശം സിനിമയല്ല, ഒരിക്കലും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. പിന്നെ ജിത്തുവിന്റെ സിനിമയിലെ ടെക്നിക്കൽ പെർഫെക്ഷൻ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് അതിനെക്കുറിച്ച് ഏകദേശം ഒരു മുൻധാരണ ഉണ്ടായത് കൊണ്ട് നമ്മുടെ ആസ്വാദനത്തെ അത് ബാധിക്കുന്നില്ല. അപ്പൊ പ്രേക്ഷകർ തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കണ്ട് ആസ്വദിക്കുക, അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക.